ഭാരതത്തിൻ്റെ റോൾ നിർണായകമായിട്ടുള്ള ഈ നിമിഷങ്ങളിൽ ഭാരതത്തിന് നേതൃപരമായിട്ടുള്ളൊരു പങ്ക് വഹിക്കാൻ പറ്റുമോ? ഒരു ഇടനിലക്കാരൻ്റെ റോള് വഹിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് ഭാരതം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇരു രാഷ്ട്രങ്ങളുമായിട്ടും നല്ല ബന്ധത്തിലാണ്. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ ആ ലോകഗുരു എന്ന് പറയുന്ന ആ നേതൃപരമായിട്ടുള്ള ആ സ്ഥാനം ഇതിന് ഈ താൽക്കാലികമായിട്ടൊരു പരിഹാരം ഉണ്ടാക്കാൻ എത്രത്തോളം ഉപകരിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതിനുള്ള ശ്രമം ഓൾറെഡി നടന്നു കഴിഞ്ഞു എന്നുള്ളതല്ലേ നമ്മളതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതായത് ഇപ്പോൾ ഇന്നലെ മോദി നിലവിലെ ഇറാനിയൻ പ്രസിഡന്റ് പെസക്കിയാൻ അദ്ദേഹത്തെ വിളിക്കുകയും ഇതിലൊരു സമവായം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചതിനെ കുറിച്ച് നമ്മൾ കേട്ടു. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മോദി വിളിച്ചത് ഖൊമേനിയെ അല്ല വിളിച്ചത്, അവിടുത്തെ ഇലക്റ്റഡ് ആയിട്ടുള്ള ഭരണകൂടത്തെ തന്നെയാണ് വിളിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ അവിടുത്തെ ജനങ്ങൾ റെപ്രസെന്റ് ചെയ്ത് വോട്ട് ചെയ്ത് എന്ന് പറയപ്പെടുന്ന സംഗതി ആള് കളിപ്പാവയാണ്, ഖൊമേനിയുടെ പപ്പറ്റാണെന്നൊക്കെ നമ്മൾ പറയുമായിരിക്കും. പക്ഷെ എന്തു തന്നെയായാലും ജനങ്ങളുടെ മുന്നിൽ അവരെ റെപ്രസെന്റ് ചെയ്യുന്ന ആള് പ്രസിഡന്റ് തന്നെയാണ്. എന്ന നിലയ്ക്കും ഇദ്ദേഹത്തിന്റെ ഒരു ചരിത്രം അല്ലെങ്കിൽ ഒരു പിന്നാമ്പറ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ കുറേ കൂടി ഫോർവേഡ് ആയിട്ടൊക്കെ നിൽക്കുന്ന ഒരാളാണെന്നാണ് ആ ഇലക്ഷന്റെ ടൈമിലൊക്കെ നമ്മൾ കേട്ടിരുന്നത്. അപ്പൊ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടുള്ള ഒരാളെ തന്നെ വിളിച്ച് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നു എന്ന് നമ്മൾ കാണുമ്പോൾ ഇന്ത്യ എടുത്ത നിലപാട് കറക്റ്റ് ആണെന്നാണ് ഞാൻ പറയുക. കാരണം അവിടെ നമ്മൾ സൈഡ് ചെയ്യുന്നത് ഇറാനിയൻ ജനതയോടൊപ്പമാണ്. നമ്മളെപ്പോഴും പറയുന്നതാണ്, ഇവിടെ ഇറാനിയൻ ജനതയോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേസമയം അവരെ ആ ജനതയെ കൊന്നുതള്ളുന്ന, അവരുടെ ജീവിതം ദുസ്സഹമാക്കി മാറ്റിയിട്ടുള്ള പെർസിക്യൂഷൻ നിരന്തരം നടത്തിയിട്ടുള്ള മഹ്സാമിനിയുടെ വിഷയം അടക്കമുള്ള കാര്യങ്ങൾ, ഇതുപോലെ പൊളിറ്റിക്കൽ ഇതുപോലെ ഒരു വെൻഡേറ്റയുമായിട്ട് നടക്കുക, അങ്ങനെ പല കാര്യങ്ങളും ചെയ്തുകൊണ്ട് നടക്കുന്ന ആ ഒരു ഖൊമേനിയും ആ കൂട്ടരെയും പൂർണ്ണമായിട്ടും അവഗണിക്കുക എന്ന് പറയുന്നത് അത് തന്നെയാണ്. അത് പച്ചയ്ക്ക് പറഞ്ഞില്ലെങ്കിൽ പോലും ആ ആക്ഷൻ കാണിക്കുന്നത് അതൊരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു അവഗണന തന്നെയാണ്. അതിനവിടെ ആ ഒരു ആക്ഷൻ ഇറ്റ് സ്പീക്സ് ലൗഡർ എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഒരു രാജ്യം എന്നുള്ള നിലയ്ക്ക് നമുക്ക് അവിടെ ഇറാനും നമുക്ക് വേണ്ടപ്പെട്ട രാജ്യമാണ്, ഇസ്രായേലും നമുക്ക് വേണ്ടപ്പെട്ട രാജ്യമാണ്. ഇനി ഇറാന്റെ ചരിത്രം നമ്മൾ പറയുമ്പോൾ തന്നെ ഇറാൻ എല്ലാ കാലത്തും ഇങ്ങനെ വളരെ മോശപ്പെട്ട ഒരു രാജ്യമായിട്ടല്ലല്ലോ നിന്നിട്ടുള്ളത്. 79 ശേഷമാണ് ഈ രൂപമാറ്റം ഉണ്ടായി ഇതുപോലെ ലോകത്ത് തന്നെ വെറുക്കപ്പെടുന്ന ഒരു സ്ഥലമായിട്ട് മാറുന്നത്. പക്ഷെ ആ ഒരു സംഗതി കൂടി ഉൾക്കൊള്ളുമ്പോഴാണ് ഈ ഒരു രീതിയിലുള്ള ഒരു നിലപാടെടുക്കുന്നത്. അത് ഭാവിയിൽ ഒരു ഭരണമാറ്റം ഉണ്ടായാൽ, ഭാവിയിൽ ഒരു ഇപ്പൊ കാണുന്ന കാര്യങ്ങൾക്കൊരു വലിയൊരു മാറ്റം ഉണ്ടായി കഴിയുമ്പോൾ ജനങ്ങളിൽ നമ്മളോടുള്ള ആ വിശ്വാസവും നമ്മളോടുള്ള ആ ഒരു അപ്രോച്ചിലും ഒരു മാറ്റവും വരുത്താതിരിക്കാൻ ഇത് ഉപകരിക്കും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും പറയേണ്ടത് ഇറാനിയൻ ജനതയോടൊപ്പം ഈ പറയുന്ന മതഭരണകൂടം അവിടുന്ന് ഇറങ്ങി പോകണം എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. പിന്നെ അതിനേക്കാളൊക്കെ അപ്പുറം ഇന്ത്യ വളരെ മികച്ച രീതിയിൽ ചില ബിസിനസ് എൻഡേവേഴ്സ് അവിടെ നടക്കുന്നുണ്ട്. അവിടുത്തെ ചില പോർട്ടുകൾ, ചബാർ പോർട്ടും അതുപോലെ പല കാര്യങ്ങളും നമ്മൾ പറയാറുണ്ട്. അതുകൂടാതെ മറ്റു പല എണ്ണ വ്യവസായവുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെയും ആവശ്യമാണ്. അപ്പോൾ ഡിപ്ലോമസിയിൽ കച്ചവട താല്പര്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും. കച്ചവടം നടക്കണമെന്നുണ്ടെങ്കിൽ പീസ് വേണം. ആ പീസ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ പുറത്തു പോകേണ്ട എലമെന്റ്സ് പോയേ പറ്റുള്ളൂ. കൊടുക്കേണ്ട സപ്പോർട്ട് കൊടുക്കേണ്ടവർക്ക് കൊടുത്തേ പറ്റുള്ളൂ. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഇന്ത്യയുടെ നിലവിലെ ആ ഒരു ഇടപെടലുകൾ അത് കുറേയും കൂടി ഒരു മെച്യൂർ ആയിട്ടുള്ള ഇടപെടലാണെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്.